ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ പാർട്ട് 3 ആണ്. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിൽ കാണിച്ചു തന്നിട്ടുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും 2 ടൈപ്പ് ഡെക്കറേഷനാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണം. ഇതുപോലത്തെ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഡെക്കറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നും പറയുന്നത് പോലെ തന്നെ റൂം ടെമ്പറേച്ചറുള്ള ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ മൈക്രോവേവിലോ നമുക്ക് ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് സിൽക്കി ടെക്സ്ചറിൽ നമ്മുടെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈവൺ ആയിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് കട്ടി കുറയുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട, ഓവറായിട്ട് തിക്നെസ് വേണ്ടതാനും. അപ്പോൾ ഒരിടത്തരം രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് എല്ലാം പിറ്റിട്ടുണ്ടാവും. അത് കളയാനായിട്ട് 2 പ്രാവശ്യം നമ്മുടെ ഈ പേപ്പറിന് മുകളിലേക്ക് പൊക്കി താഴേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒരേ ലെവലിൽ തന്നെ ചോക്ലേറ്റ് സ്പ്രെഡായി വരികയും ചെയ്യും. അതുപോലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. മുകൾ ഭാഗം സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം വെക്കരുത്. ഒരു 30 സെക്കൻഡിൽ കൂടുതൽ വെച്ചാൽ ഫുള്ളായിട്ട് ചോക്ലേറ്റ് തണുത്ത് പോകും. അപ്പോൾ മുകൾ ഭാഗം മാത്രം നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ പേപ്പർ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ ചോക്ലേറ്റ് ഫുള്ളായിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് വെച്ച് നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. എനിക്കതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാനൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ചോക്ലേറ്റ് ആണിത്. നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് നന്നായി സെറ്റായിട്ട് പൊട്ടി കിട്ടും. ഇതാണ് ആദ്യത്തെ ഒരു ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിബിൾ ലസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും എഡിബിൾ ലസ്റ്റ് ഇട്ട് കൊടുത്താൽ. എഡിബിൾ ലസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണം. നമുക്ക് ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വുഡൻ ടെക്സ്ചറിൽ കേക്കിൻ്റെ ഡെക്കറേഷൻ കിട്ടാനായിട്ട് ഇതുപോലത്തെ ഡെക്കറേഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി അടുത്ത മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുളസിയുടെ ഇലയാണ്. ഇത് ഡിപ്പ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഒരു സൈഡ് മാത്രമാണ് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തുളസിയുടെ പുറകു വശത്ത് ഭാഗമാണ് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ തുളസിയും ഇതുപോലെ ഒരു സൈഡ് മാത്രം ഡിപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ. കാരണം ഈ ചോക്ലേറ്റിൻ്റെ അതിൻ്റെ മുകളിൽ നിന്ന് ഇളക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ നമ്മുടെ ചോക്ലേറ്റിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഫുള്ളി നാച്ചുറലായിട്ട് വരുന്ന ആ ഷെയ്ഡിങ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഏറ്റവും ഭംഗി. 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് ഇല ഇളക്കിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇളകി വരാൻ ബുദ്ധിമുട്ടുള്ള പീസുകൾ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് വളരെ പതുക്കെ തന്നെ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ആ തുളസിയുടെ ബാക്കിലുള്ള എല്ലാ ഡിസൈൻസും നമ്മുടെ ചോക്ലേറ്റിൻ്റെ മുകളിൽ പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇത് ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റിലും അതുപോലെ വൈറ്റ് ചോക്ലേറ്റിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പല കളറിലെ ലീഫ് വെച്ച് നമുക്ക് ചോക്ലേറ്റ് കേക്കുകളോ പല ഡിഫറെൻറ്റ് കേക്കുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് എഡിബിൾ ലസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ചു തന്ന ടെക്നിക്സ് എല്ലാം നിങ്ങളുടെ കേക്കിൽ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും വിട്ടുപോകരുത്. ഇനിയും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.